ചച്ചു അമ്മ സച്ചുവിനൊരു കഥ പറഞ്ഞിട്ടെ. ഈ കഥയുണ്ടല്ലോ, അമ്മ കുഞ്ഞായിരുന്നപ്പോ കാറ്റിസം ക്ലാസ്സിൽ പോകൂലേ, സച്ചു പോണില്ലേ ഇപ്പോ, അതുപോലെ കാറ്റിസം ക്ലാസ്സിൽ പോയപ്പോ അമ്മേന്റെ ഒരു സിസ്റ്റർ പറഞ്ഞു തന്ന കഥയാണ്. ഒരു വിശുദ്ധൻ, പേരൊന്നും അമ്മ ഓർക്കണില്ല കേട്ടോ, വളരെ കുഞ്ഞിലെ ഒരു 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും പറഞ്ഞു തന്നേക്കണേ. ഒരു വിശുദ്ധൻ, ആ വിശുദ്ധൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തില് വിശുദ്ധൻ കണ്ടത് എന്താന്ന് വെച്ചാ സ്വർഗവും നരകവുമാണ് കണ്ടത്. കൊച്ചിനറിയോ എന്താ സ്വർഗം എന്താ നരകം എന്ന്? അപ്പൊ സ്വർഗവും നരകവുമാണ് കണ്ടത്. അപ്പൊ സ്വർഗവും നരകവും സ്വപ്നം കണ്ടപ്പോ വിശുദ്ധൻ കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്വർഗത്തിലും നരകത്തിലും ഒരു ആഘോഷം നടക്കാണ്, ഒരു ഫങ്ഷൻ നടക്കാണ്. അപ്പോൾ ഈ ഫങ്ഷന്റെ സമയത്ത് അവിടുത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് പായസമാണ്. അപ്പൊ ഈ പായസം ഉണ്ടാക്കി എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ്. അപ്പൊ ആരാണ് സ്വർഗത്തിലുള്ളത്? സ്വർഗത്തിൽ ഈശോയോട് കൂടെ ആരാ ഉള്ളേ? മാലാഖമാരുണ്ട് അല്ലെ. അതുപോലെ നരകത്തിൽ ആരാ ഉള്ളേ? കുട്ടിപ്പിശാചുക്കള് അല്ലെ. അപ്പൊ ഈ സ്വർഗത്തിലെ മാലാഖമാരുടെ കൈകളിലും കുട്ടിപ്പിശാചിന്റെ കൈകളിലും വലിയ നീളമുള്ള സ്പൂൺ ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. മനസ്സിലായോ? ഇങ്ങനെ നീളത്തിലുള്ള സ്പൂൺ ഇങ്ങനെ കയ്യിൽ കെട്ടി വെച്ചേക്കാം. അതായത് സ്പൂണിന്റെ ആ കോരണ ഭാഗം ഇങ്ങനെ കയ്യിൽ വരണ രീതിയിൽ കെട്ടി വെച്ചേക്കാം. അപ്പൊ ഈ കെട്ടിവെച്ച സ്പൂൺ വെച്ച് വേണം അവർക്ക് എന്ത് കഴിക്കാൻ? പായസം കുടിക്കാൻ. അപ്പോ വിശുദ്ധൻ കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ മാലാഖമാര് ഒരാളിങ്ങനെ പായസം കോരിയിട്ട് മറ്റേ ആളുടെ ഇങ്ങനെ മുഖത്തോട് കൊണ്ടുവരും. മറ്റേ ആളതിങ്ങനെ ഊതി 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 ചൂട് മാറ്റിയിട്ട് അത് കുടിക്കും. മനസ്സിലായോ? പക്ഷേ നരകത്തിലെ വിശുദ്ധൻ എന്താ കണ്ടതെന്ന് അറിയാമോ? ഈ തിളച്ച പായസം കുട്ടിപ്പിശാചുകൾ ഇങ്ങനെ സ്പൂണിലേക്ക് കോരിയിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കൈ കൂടി ഒഴുകി മുഖത്തേക്ക് വീഴും. അങ്ങനെ വിശുദ്ധൻ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്, മാലാഖമാര് സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങടും ഇങ്ങടും പായസം കൊടുത്ത് മറ്റേ മാലാഖ ഇങ്ങനെ ഊതി ഊതി കുടിക്കുകയാണ്. അപ്പൊ ഈ മാലാഖ കുടിച്ചു കഴിയുമ്പോൾ ഈ മാലാഖ കോരിയിട്ട് അടുത്ത മാലാഖയ്ക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പൊ അവരങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നരകത്തിൽ എന്നിട്ടാ കണ്ടേ? എല്ലാ കുട്ടിപ്പിശാചുകളും ഓടി നടക്കാണ് പൊള്ളിയിട്ട്. എല്ലാവരുടെ മേത്തും കയ്യിലും ഒക്കെ എന്തായി? പായസം വീണ് പൊള്ളി. അങ്ങനെ ഓടി നടക്കാണ്. അതാണ് വിശുദ്ധൻ നരകത്തിൽ കണ്ടത്. മനസ്സിലായോ? അപ്പൊ എന്താ മനസ്സിലായ കഥയെന്ന്? മറ്റുള്ളവരായിട്ടൊക്കെ ഷെയർ